ഒരിക്കൽ കൂടി കുടുംബത്തെ ഓർത്ത് ഈശോ അടിയനിതാ, ഈശോ അടിയനിതാ, ഈശോ അടിയനിതാ. കരങ്ങൾ കൂപ്പി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ആരാധനയുടെ സമയമാണ്. എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ കൂപ്പി പരിശുദ്ധ അൽത്താരയിലേക്ക് നോക്കിക്കേ. ഇന്ന് ഈ വിശുദ്ധ തോമാസ് ലീഹായുടെ വലിയ തിരുനാൾ ദിനത്തിൽ വിശുദ്ധ തോമാസ് ലീഹായിലൂടെ ചില അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബത്തിന് വേണം. വിശ്വാസ അനുഭവത്തിൽ വളരുന്നതിന് വിശുദ്ധ തോമാസ് ലീഹ പഠിപ്പിക്കുന്ന ചില പാഠങ്ങൾ നമ്മുടെ സ്വഭാവത്തിൽ വേണം. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ വിശ്വാസ അനുഭവത്തിൽ വളരാൻ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ജീവിത പങ്കാളിക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക് ചില കൃപകൾ വേണം. പരിശുദ്ധ അൽത്താരയിലേക്ക് നോക്കി കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ തോമാസ് ലീഹായിലൂടെ ഏതെങ്കിലും ഒരു പ്രത്യേക സമ്മാനം നമ്മുടെ കുടുംബത്തിൽ ഇന്ന് സംഭവിക്കുന്നതിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ചേ. ഇന്ന് തിരുനാൾ ദിനമല്ലേ? വിശുദ്ധ തോമാസ് ലീഹായെ ഇന്ന കാര്യത്തിൽ, ഇന്ന വിഷയത്തിൽ നീ ഇടപെടണം. തോമാസ് ലീഹയുടെ പറ, ഒരു സമ്മാനം ഇന്ന് തിരുനാൾ ദിനത്തിൽ ഒരു സമ്മാനം പോലെ എൻ്റെ കുടുംബത്തിൽ സംഭവിക്കണം. അത് പറഞ്ഞ് പ്രാർത്ഥിച്ചേ. വെറുതെ ആരും ഇത് കാണാൻ നിൽക്കുന്നവരല്ല, മറിച്ച് ചോദിച്ചു മേടിക്കണം. വിശുദ്ധ തോമാസ് ലീഹായിലൂടെ ദേ ഈ ആരാധന സമയത്ത് കർത്താവെ ഇന്ന വിഷയം ഞാൻ സമർപ്പിക്കുകയാണ്. വിശുദ്ധ തോമാസ് ലീഹായുടെ മധ്യസ്ഥം വഴി ഈ വിഷയത്തിൽ ഒരു ഉത്തരം ഉണ്ടാവണം. ഈ വിഷയത്തിൽ കർത്താവ് ഒരു വഴി തുറക്കണം. കർത്താവ് ഈ വിഷയം ഞങ്ങളെ പഠിപ്പിക്കണം, ഒരു ബോധ്യം നൽകണം. കർത്താവെ അങ്ങ് ഇടപെടണം, സൗഖ്യം നൽകണം. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ വിഷയം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ കർത്താവ് ഓർമ്മപ്പെടുത്തി തരും. അതങ്ങ് സമർപ്പിച്ചോ. ചിലപ്പോൾ ചില ആളുകളുടെ മുഖമായിരിക്കാം, ചില ആളുകളുടെ പേരായിരിക്കാം, വീട്ടിലെ ചില വിഷയങ്ങൾ. കർത്താവ് ഈ വിഷയത്തെ പ്രത്യേകം സമർപ്പിക്കുന്നു. ഇന്ന കാര്യം കർത്താവ് ഇടപെടണമേ. ചില കുടുംബങ്ങളിൽ വലിയ ഭാരത്തോടുകൂടെ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. അടിക്കടി കുടുംബത്തിൽ ചില അപകടങ്ങൾ ഉണ്ടാവുന്നു. കർത്താവെ ഇതെന്താന്ന് മനസ്സിലാവുന്നില്ല. ചില മരണങ്ങൾ കുടുംബത്തിൽ സംഭവിക്കുന്നത്, വിചാരിക്കുന്നത് പോലെ ചില കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അടിക്കടി തകർച്ചകൾ ഉണ്ടാവുന്നു. മക്കളെക്കുറിച്ച് സങ്കടപ്പെടുന്ന അനേക മാതാപിതാക്കളുണ്ട്. സമർപ്പിച്ചോ. ആ മക്കളുടെ പേര് പറഞ്ഞ് മക്കളുടെ മുഖം മനസ്സിൽ കണ്ട് അവർ അൽത്താരിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ ഈശോയെ ദേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചില മക്കളെക്കുറിച്ചൊക്കെ മാതാപിതാക്കൾക്ക് വലിയ സങ്കടമുണ്ട്. എൻ്റെ മകൻ എന്താ ഇങ്ങനെ ആയിപ്പോയെ, എൻ്റെ മകൾ എന്താ ഇങ്ങനെ ആയിപ്പോയെ, ഇങ്ങനെയൊന്നും ആകാൻ പാടില്ലല്ലോ എന്നൊരു ചിന്തയുണ്ട്. അത് മദ്യപാനത്തെക്കുറിച്ച് മാത്രമല്ല, തെറ്റായ വഴികളെക്കുറിച്ച് മാത്രമല്ല, അവരുടെ ഭാവി ജീവിതത്തെക്കുറിച്ചൊക്കെ വലിയ ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ട്. ഈശോയെ ഈ പരിശുദ്ധ അൽത്താരയിൽ സമർപ്പിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലുള്ള ചില ബന്ധ തകർച്ചകൾ, ചില അവിശ്വാസത്തിൻ്റെ മേഖലകൾ, അസ്വസ്ഥതകൾ, സംശയ രോഗങ്ങൾ കുടുംബത്തിൽ, പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാരൊക്കെ തമ്മിൽ സംശയരോഗം, അത് വലിയൊരു പീഡ പോലെ കുടുംബത്തിൽ കിടക്കുന്നതുകൊണ്ട് സമാധാനം കിട്ടുന്നില്ല. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ചീത്ത പറയുന്ന ചില സ്വഭാവങ്ങൾ, തർക്കിക്കുന്ന ചില സ്വഭാവ രീതികൾ, പരസ്പരം മനസ്സിലാക്കാതെ എപ്പോഴും കലഹം, ചില വീട്ടിൽ എപ്പോഴും കലഹം. സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കർത്താവെ ഈ വിഷയത്തിൽ ഇടപെടണമേ. എൻ്റെ വീട്ടിൽ, മറ്റെങ്ങുമല്ല, എൻ്റെ വീട്ടിൽ, എൻ്റെ കുടുംബത്തിൽ വേണ്ട ചില കാര്യങ്ങളാണ് കർത്താവെ ഞാൻ പറയുന്നത്. എൻ്റെ കുടുംബ അന്തരീക്ഷം, ചില കുടുംബങ്ങളിലെ സ്വത്ത് തർക്കത്തെക്കുറിച്ചുള്ള തർക്കം തീർന്നിട്ടില്ല, വഴക്കോട് വഴക്ക്, സഹോദരങ്ങൾ തമ്മിൽ മിണ്ടുന്നില്ല. വെറും 5 സെന്റ് സ്ഥലത്തിൻ്റെ പേരിൽ 2 സെന്റ് സ്ഥലത്തിൻ്റെ പേരിൽ തുടങ്ങി നീണ്ട നാളുകളായിട്ടുള്ള പീഡകൾ ഉണ്ടോ? സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹക്കുറവുകൾ സമർപ്പിച്ചേ. എന്ത് കാര്യത്തിലാണ് നിന്റെ വിഷമം, ഭാരം? സമർപ്പിക്കുക.
നമ്മുടെ കുടുംബത്തിൽ പ്രത്യേകിച്ച് കിടപ്പ് രോഗികളുണ്ടെങ്കിൽ അവരെ ഓർത്ത് പ്രാർത്ഥിച്ച്, ആ രോഗികൾ മാത്രമല്ല അവരെ ശുശ്രൂഷിക്കുന്നവർ, ഒരായുസ് മുഴുവൻ ആ കിടപ്പ് രോഗിക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച് ശുശ്രൂഷ ചെയ്യുന്നവർ, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ ഈ ആരാധന സമയത്ത് അതിശക്തമായിട്ട് ഇടപെടണമേ. ചിലര് മാറാ രോഗങ്ങൾ, ആശുപത്രി കയറി ഇറങ്ങാനേ ചിലർക്ക് സമയമുള്ളൂ. എൻ്റെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയുടെ സമയത്ത് കർത്താവെ ഇന്ന വിഷയത്തിൽ ഇടപെടണം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണുകളടച്ച് പ്രിയപ്പെട്ടവരെ ആ നിയോഗം അങ്ങ് ഈശോയ്ക്ക് കൊടുക്ക്. കർത്താവെ ഇന്നത്തെ ദിവസത്തിൽ മാർത്തോമാശ്ലീഹായുടെ ഈ തിരുനാൾ ദിനത്തിൽ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ അനുഭവിക്കണം, എനിക്ക് കൃപയാകണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ന വിഷയം ഞാൻ സമർപ്പിക്കുന്നു. ചില സാമ്പത്തിക തടസ്സങ്ങളൊക്കെ കർത്താവ് ഓർമ്മപ്പെടുത്തി തരുന്നുണ്ടാവും. ചില സ്ഥലത്തുനിന്ന് പൈസ കിട്ടാനുണ്ട്, ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടുന്നില്ല, ജോലി വിചാരിച്ചതുപോലെ കിട്ടുന്നില്ല, കുടുംബത്തിലൊരു ഐശ്വര്യം ഉണ്ടാവുന്നില്ല. അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും ഒരു സ്ഥലം വിൽപ്പനയോട് ചേർന്നിട്ടാവാം, ഒരു സ്ഥലം വാങ്ങുന്നതിനോട് ബന്ധപ്പെട്ടാവാം, ഒരു വീട് പണിയുന്നതിനോട് ബന്ധപ്പെട്ടാവാം, ഒരു വാഹനം വാങ്ങിക്കുന്നതിനോട് ബന്ധപ്പെട്ടാവാം. അങ്ങനെ പലതും കർത്താവിൻ്റെ മുമ്പിൽ എന്താണോ നിന്റെ വിഷമം അത് കരങ്ങൾ ഉയർത്തി കണ്ണുകളടച്ച് യേശുവേന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ആ നിയോഗം സമർപ്പിക്കുന്ന സമയമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിനക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരിടമാണിത്, നിനക്ക് വിശ്വസിക്കാനുള്ള ഒരിടമാണിത്. കരങ്ങൾ ഉയർത്തി കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കണം, ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം, ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം. കൈകൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് ഈശോയേന്ന് വിളിച്ചേ യേശുവേന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ, യേശുവേന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. അഭിഷേകത്തിന്റെ ആത്മാ വ്യാപരിക്കട്ടെ. എല്ലാവരും പോരാ 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 നല്ല സ്വരത്തിൽ പ്രാർത്ഥിക്കട്ടെ, യേശുവേന്ന് വിളിക്കട്ടെ. കർത്താവേ ഈ മണിക്കൂറില് ഈ സമയം തന്നെ എന്റെ വീട്ടില് കർത്താവ് ഇടപെടട്ടെ, തടസ്സങ്ങൾ മാറ്റട്ടെ, ബന്ധനങ്ങൾ അഴിക്കട്ടെ, കെട്ടുകൾ അഴിക്കട്ടെ, പാരമ്പര്യ രോഗങ്ങൾ കർത്താവ് അഴിക്കട്ടെ, ശാരീരിക പീഡകൾ കർത്താവ് അഴിക്കട്ടെ. കുടുംബത്തിന് ചുറ്റും കർത്താവെ സംരക്ഷണ വേലി പുതുക്കി പണിയണമേ. കരങ്ങൾ ഉയർത്തി യേശുവേന്ന് വിളിക്കട്ടെ. ആരാധന. ഓ കർത്താവെ സംഭവിക്കട്ടെ, ഇന്നത്തെ ദിവസത്തിൽ ഈ കൂട്ടായ്മയിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ, കൃപയ്ക്കുമേൽ കൃപ നിറയട്ടെ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവെ സമർപ്പിക്കുന്നു, കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അത് അങ്ങയുടെ കൈകളിലേക്ക് സമർപ്പിക്കണം. ഈ നിയോഗം കർത്താവ് ഈ വിഷയത്തിൽ ഇടപെടണമേ, കർത്താവ് ഈ വിഷയത്തിന് ഉത്തരം നൽകണമേ. ഞങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ വിഷയത്തിന് ഉത്തരം നൽകണമേ. കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ കണ്ണുനീര് ഈശോയ്ക്ക് കൊടുത്തോ കേട്ടോ. കർത്താവ് ആ വിഷയത്തിൽ ഇടപെടും, ഉത്തരം നൽകും. കർത്താവ് നീ വിശ്വസിക്കുക, കർത്താവ് ഇടപെടും. കർത്താവ് ആ വിഷയത്തിൽ ഇടപെടും. കുടുംബത്തിൽ ഒരു വിവാഹ ആലോചനയോട് ബന്ധപ്പെട്ട വലിയൊരു ഭാരത്തിൽ കഴിയുന്നൊരു കുടുംബം, അപ്പൻ്റെ കണ്ണുനീരിനോട് കർത്താവ് പറയുന്ന ഉത്തരമുണ്ട്. ദൈവം ഇടപെടും. നമ്മൾ കാണാത്തൊരു വഴി ദൈവം തുറക്കും, നമ്മൾ ചിന്തിക്കാത്തൊരു വഴി ദൈവം തുറക്കും. ഹബക്കൂക്കിന്റെ പ്രവചനം 1:5 പറഞ്ഞാൽ വിശ്വസിക്കാനാകാത്തൊരു പ്രവൃത്തി ഈ നാളുകൾ ദൈവം ചെയ്യും. നീ വിശ്വസിക്കുക, അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. കർത്താവെ ഞാനത് ഏറ്റെടുക്കുന്നു, അത് ഈ ജീവിതത്തിൽ സംഭവിക്കട്ടെ. അത് വിശ്വസിച്ച് പ്രിയപ്പെട്ടവരെ നെറ്റിയിലൊരു കുരിശടയാളം വരച്ച് നമ്മുടെ നിയോഗത്തെ സമർപ്പിച്ച് ഹബക്കൂക്ക് 1:5 നമ്മളിതാ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. കർത്താവ് അത് സംഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ തുടർന്ന് ഈ 2 പേരായി മുഖത്തോട് മുഖം തിരിഞ്ഞ് നിന്നേ നമ്മളൊന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ പരസ്പരം ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒറ്റയ്ക്ക് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ 2-3 പേരോട് ചേർന്ന് നിൽക്കുക. ഒറ്റയ്ക്ക് നിൽക്കാതെ പരസ്പരം പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിലുള്ള വ്യക്തിയുടെ ശിരസിൽ നിങ്ങളുടെ വലതുകരം വെച്ച് പ്രാർത്ഥിച്ചോ. ആ വ്യക്തി ആര് തന്നെയാണെങ്കിലും നിന്റെ ഈ കൈവെപ്പ് പ്രാർത്ഥന അത്ഭുതങ്ങൾ ഉളവാക്കുന്ന പ്രാർത്ഥനയാണ്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. കർത്താവേ ഈ വ്യക്തി ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഈ വ്യക്തിയുടെ കുടുംബത്തിലെ അവസ്ഥ എനിക്ക് അറിഞ്ഞുകൂടാ,
ഈ വ്യക്തിയുടെ ആവശ്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ അങ്ങേക്കറിയാം. എൻ്റെ കർത്താവേ, ഈ വ്യക്തിയിൽ ഇടപെടണമേ. ഇന്ന് ഈ പോട്ടാശ്രമത്തിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ എൻ്റെ കർത്താവേ, ഈ വ്യക്തിയുടെ ജീവിതം മുഴുവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും നിറയുന്ന വലിയ ദൈവശക്തിയുമായിട്ട് ഈ വ്യക്തി പോകുവാൻ കർത്താവേ ഇടവരുത്തണമേ. ആ വ്യക്തിയുടെ ശിരസിൽ വലതുകരം വെച്ച് അനുഗ്രഹിക്കുന്ന അഭിഷേകത്തിൽ നിറയുന്ന കൃപ ഈ വ്യക്തിയിൽ നിറയട്ടെ. അതിനുവേണ്ടി എല്ലാവരും ആഗ്രഹിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. അറിയാവുന്നതുപോലെ ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. അറിയാവുന്നതുപോലെ സ്തുതിച്ചോ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോ. പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോ. ആരാധന, 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 ആരാധന. കർത്താവേ, ഈ വ്യക്തിയിൽ നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങൾ മാറട്ടെ. അങ്ങനെ പ്രാർത്ഥിച്ചോ, അങ്ങനെ പ്രാർത്ഥിച്ചോ. പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോ ചിലരുടെ മുഖം, ചിലരുടെ പേരുകൾ കർത്താവ് നിനക്ക് വെളിപ്പെടുത്തി നൽകും. നീ അത് വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു, ഏറ്റെടുക്കുന്നു കർത്താവേ. അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ആത്മാവ് വ്യക്തിയിൽ നിറയട്ടെ, അഭിഷേകത്തിന്റെ ആത്മാവ് വ്യക്തിയിൽ നിറയട്ടെ. അഭിഷേകം. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, സ്തുതി, 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 സ്തുതി. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. അവരുടെ നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് അവരെന്ന് ബ്ലസ് ചെയ്തേ. കർത്താവേ, ഈ വ്യക്തി ഇന്നത്തെ ദിവസത്തില് ഈ പരിശുദ്ധ അൽത്താരയിൽ നിന്നും തിരിച്ചു പോകുമ്പോൾ കൈ നിറയെ അഭിഷേകവുമായിട്ടാണ് തിരിച്ചു പോകുന്നത്. ഞാൻ വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു. എല്ലാവിധ പൈശാചിക ശക്തികളിൽ നിന്നും തിന്മകളിൽ നിന്നും കർത്താവേ വ്യക്തിക്ക് വിടുതലും സൗഖ്യം ഉണ്ടാവട്ടെ. പ്രാർത്ഥിച്ച് ആ വ്യക്തിയെ അനുഗ്രഹിക്കുക. അതിനുശേഷം അൾത്താരയിലേക്ക് തിരിഞ്ഞു നിന്നേ. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. വളരെ പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ പള്ളിയിൽ പോവാതെ പ്രാർത്ഥിക്കാതെ, കുടുംബ പ്രാർത്ഥനയ്ക്ക് പോലും കൂടാതെ, ഉത്തരവാദിത്വമില്ലാതെയൊക്കെ ചിലർ ജീവിക്കുന്നുണ്ടാവും. അനുസരണക്കേടിൻ്റെ ദുരാത്മാവ് പിടിപെട്ട ചിലരൊക്കെ ഉണ്ടാവും. എൻ്റെ ഈശോയെ, അൾത്താരയ്ക്ക് മുമ്പിൽ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. കർത്താവെ, ഇടപെടണമേ, ഇടപെടണമേ. കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിൽ അപ്രകാരമുള്ള ഓരോ വ്യക്തിയിലും ഇടപെടണമേ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വ്യാപരിക്കപ്പെടാൻ ആഗ്രഹിക്കണം. ഈശോയെ, ഈ വ്യക്തികളിൽ ഇടപെടണമേ. എല്ലാ തടസ്സങ്ങളും കർത്താവെടുത്ത് മാറ്റണമേ, വിശുദ്ധീകരിക്കണമേ. ദൈവമേ, നിന്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഈശോയുടെ മുമ്പിൽ കണ്ണുനീരൊഴുക്കുന്ന ഓരോ വ്യക്തിക്കും ഉത്തരമുണ്ട് കേട്ടോ, ഉത്തരമുണ്ട്. കർത്താവ് നിന്റെ കണ്ണുനീര് കാണുന്നവനാണ്. കർത്താവ് ആ വിഷയത്തിൽ ഇടപെടുന്നവനാണ്. യെശയ്യായുടെ പ്രവചനം 22:22, അവൻ തുറന്നാൽ വേറെ ആർക്കും അടയ്ക്കാൻ പറ്റില്ല, അവൻ അടച്ചാൽ വേറെ ആർക്കും തുറക്കാനും പറ്റില്ല. ഓ കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ വലിയ അഭിഷേകം ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ തടസ്സങ്ങൾ കർത്താവെ അങ്ങ് എടുത്തു മാറ്റി ഞങ്ങൾക്ക് നൽകുന്ന അഭിഷേകത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. യേസ് കർത്താവെ, ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ, വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവിൻ്റെ കൃപ സ്വീകരിച്ച് പ്രാർത്ഥിക്കട്ടെ. ആരാധന കർത്താവെ, മഹിമ കർത്താവെ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം. മുട്ടുകുത്തി ആരാധനയുടെ ഈ ആശീർവാദ പ്രാർത്ഥനയിൽ ഈശോ, എൻ്റെ കുടുംബത്തിൽ രക്ഷകന് നാഥനുമായി കർത്താവ് ഭരിക്കുന്നു. വിശ്വസിച്ചേ, എൻ്റെ കുടുംബത്തിൽ രക്ഷകന് നാഥനുമായി കർത്താവ് ഭരിക്കുന്നു. എൻ്റെ കുടുംബത്തിൽ ഒരു കാരണവശാലും തിന്മയ്ക്കിനി അവകാശമില്ല. ഈ തോമാസ് ലീഹായുടെ ഈ തിരുനാൾ ദിനത്തിൽ ഞാൻ വിശ്വസിച്ചേറ്റെടുക്കുന്ന എൻ്റെ കുടുംബത്തിൽ രക്ഷകന് നാഥനുമായി അങ്ങ് ഭരിക്കട്ടെ, അങ്ങ് ഭരിക്കട്ടെ. ആ വലിയ വിശ്വാസത്തോടുകൂടെ ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധന, ആരാധന, യേശുവേ ആരാധന. ആരാധന, ആരാധന, യേശുവേ ആരാധന. ആരാധന, ആരാധന,
ആരാധന രക്ഷക ആരാധന 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 രക്ഷക ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.